ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് തൻ്റെ മനുഷ്യാവതാര കാലത്ത് പ്രവർത്തിച്ച വിവിധങ്ങളായ അത്ഭുത സംഭവങ്ങളിലൂടെ കാനാ മുതൽ കാൽവറി വരെ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം യാത്ര ചെയ്യുകയാണ്. കാനാ മുതൽ കാൽവറി വരെ എന്നത് ധ്യാന ചിന്തകളുടെയും സമർപ്പണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒരു അവസരമാണ്. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ അന്നത്തെ സമൂഹം ഏറ്റെടുത്തതും അത് ലഭ്യമായവർക്ക് കിട്ടിയ സന്തോഷവും അവരുടെ സാക്ഷ്യവും ഒക്കെ നാം ധ്യാനിക്കണം. ഈ ധ്യാനത്തിലൂടെയും സാക്ഷ്യത്തിലൂടെയും ക്രിസ്തുവിൻ്റെ ഒന്നായ അവസ്ഥയിലേക്ക് നാം യാത്ര ചെയ്യുകയാണ്. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമായിരിക്കുന്നത് പോലെ ഇവരും തമ്മിൽ ഒന്നാകേണ്ടതിന് തന്നെ എന്ന കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന എല്ലാ അത്ഭുതങ്ങളുടെയും ഒരടിത്തറയാണ്. തമ്പുരാൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിന് അടയാളങ്ങളായി വർദ്ധിക്കണം. യേശു തമ്പുരാൻ ഈ ലോകത്തിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ഇന്നും നടക്കുന്നുവെന്ന് നാം തിരിച്ചറിയണം. എൻ്റെ സൗഖ്യം എൻ്റെ സഹോദരൻ്റെയും സൗഖ്യമാണ്. അതുകൊണ്ടാണ് ഇന്നും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മറ്റുള്ളവർക്കൊക്കെ ലഭിച്ച അത്ഭുതത്തെക്കുറിച്ച് നാം സന്തോഷിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും. നാം ദൈവത്തിൻ്റെ മക്കളാണ്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അവൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നൽകിയ അനുഭവത്തിൻ്റെ പൂർണ്ണതയാണ് ഓരോ അത്ഭുതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്, ഓരോ സാക്ഷ്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ അത്ഭുതം, എൻ്റെ കർത്താവിൻ്റെ അതിശയ പ്രവൃത്തി എനിക്കുമൊരു അഭിമാനമാണ്. ആ അഭിമാനം കാണുവാൻ നമ്മൾക്ക് സാധിക്കണം. ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ അത്ഭുതങ്ങളും നടക്കുമെന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ സർവശക്തനായ ദൈവത്തിലൂടെ, ഞാൻ ആരാധിക്കുന്ന ദൈവത്തിലൂടെ ഇവയൊക്കെ നടക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളണം. ഇത്ര മഹോന്നതനായ ഒരു ദൈവത്തെയാണ് നാം സ്തുതിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഭാഗ്യം ചെയ്തവരാണ്. അത്ഭുതങ്ങളും അതിശയങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് സൃഷ്ടിയെ തൻ്റെ കാൽ കീഴാക്കുന്ന സർവത്തിനും അധികാരിയായ ഒരു ദൈവം നമുക്ക് ആരാധിക്കുവാനുണ്ട് എന്നുള്ളത് എത്രയോ സന്തോഷമാണ്. അവൻ മരണമില്ലാത്തവനാണ്, അവൻ ജീവിക്കുന്നവനാണ്, അവൻ ക്ഷമിക്കുന്നവനാണ്. ഞാൻ പലപ്പോഴും കർത്താവിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ചിന്തിച്ചു പോകുന്നത്, തമ്പുരാൻ ഭൗതികമായി പ്രവർത്തിച്ച ചില സൗഖ്യത്തേക്കാൾ എത്രയോ വലിയ അത്ഭുതമാണ് അവൻ്റെ ശ്രേഷ്ഠമായ ക്ഷമ, അവൻ്റെ സഹാനുഭൂതി, ബലഹീനരായ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നത്. അതൊക്കെ നമ്മൾ ധ്യാനിക്കണം, നമ്മൾ ചിന്തിക്കണം. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തെ നേരിട്ട് കണ്ടാൽ ആ കാണുന്നവൻ മരിക്കണമെന്നുള്ളതായിരുന്നു പ്രമാണം. മാലാഖമാരെ കണ്ടാൽ പോലും മരിക്കണമെന്നുള്ള പ്രമാണം ഉണ്ടായിരുന്ന കാലഘട്ടമാണ് പഴയ നിയമകാലം. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വരുവാനും അവനെ കാണുവാനും മനുഷ്യൻ്റെ നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങുവാനും ഒക്കെ തയ്യാറായത് എത്രയോ വലിയ അതിശയമാണ്. നിങ്ങളും ഞാനും ചെയ്യുന്ന വലിയ വലിയ പാപങ്ങൾ, സംഖ്യാതീതമായ പാപങ്ങൾ ക്ഷമിക്കുവാൻ ദൈവത്തിന് സാധിക്കുന്നു എന്നുള്ളത് നമ്മളുടെ ദൃഷ്ടിയിൽ ഒരു അതിശയമായിട്ട് വരണം. നമ്മളെ കൊണ്ട് പറ്റത്തില്ല പ്രിയമുള്ളവരെ. നമ്മൾ ദേഷ്യക്കാരാണ്, നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല, മറക്കാൻ പറ്റത്തില്ല, സഹിക്കാൻ പറ്റത്തില്ല. എന്നാൽ നമ്മുടെ ദൈവം ഇതൊക്കെയും നമ്മളോട് ക്ഷമിക്കുന്നു, സഹിക്കുന്നു, എന്നിട്ടും നമ്മളെ സ്നേഹിക്കുന്നു. അടിച്ചാലും അവൻ സ്നേഹിക്കുന്നു. ഈ തിരിച്ചറിവ് തന്നെ വലിയ അത്ഭുതമാണ്. എൻ്റെ ദൈവം എന്നോടൊപ്പമുണ്ട്, എൻ്റെ പ്രതിസന്ധിയിൽ എന്നോടൊപ്പമുണ്ട്, ഞെരുക്കത്തിൽ എന്നോടൊപ്പമുണ്ട്. അത് തിരിച്ചറിയാൻ പറ്റുന്നതും ഒരു രീതിയിൽ പറഞ്ഞാൽ അത്ഭുതമാണ്.
ഈ ലോകത്തിൽ ശക്തമായ ഒരുപാട് വിളികളും അട്ടഹാസങ്ങളും ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ ദൈവസ്വരം കേട്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത് പ്രിയമുള്ളവരെ അത്ഭുതമാണ്. കർത്താവിന് വേണ്ടി ജീവിച്ചവരുടെ സാക്ഷ്യങ്ങൾ, പ്രവർത്തനങ്ങൾ അത്ഭുതമായി മാറുന്നത് അതുതന്നെയാണ്. ബലഹീനരായ നമ്മൾ വലിയ കാര്യങ്ങൾ ദൈവനാമത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു രീതിയിൽ വലിയ അത്ഭുതമല്ലേ? നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കിക്കൂ. നമ്മളെക്കുറിച്ച് ഓരോരുത്തർക്കും ഓരോ വിചാരങ്ങളുണ്ടായിരുന്നു. മണ്ടൂസുകൾ, ജീവിക്കാൻ അറിയാത്തവർ, നീയൊക്കെ എങ്ങനെ ജീവിക്കും എന്ന് എത്രയോ പേര് നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ മുൻപിൽ അത്ഭുതമാകുമാറ് ദൈവം ഇന്നും നമ്മളെ ശേഷിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ നിന്നെ വാലല്ല തലയാക്കുമെന്ന് ദൈവം തമ്പുരാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ വിശുദ്ധമായ തലയോട് ചേർത്ത് നമ്മളെ സുരക്ഷിതരായി അവൻ ഇന്നും നടത്തുന്നു. ഇതുപോലെ വലിയ അത്ഭുതം നമുക്ക് എവിടെ സാക്ഷിക്കാൻ സാധിക്കും? നമ്മൾ ഓർത്തോണം, ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയതും തളർവാദിയെ സൗഖ്യമാക്കിയതും അത്ഭുതമായിട്ട് നമ്മൾ കാണുമ്പോഴും അതിനേക്കാളൊക്കെ ഉപരിയായി ഞാൻ എപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ എൻ്റെ കർത്താവേ, ഈ ലോകത്തെല്ലാത്തിനും സാഹചര്യമുണ്ടായിട്ടും എന്നെ ഒരു കുഷ്ഠരോഗിയായിട്ടും തളർവാദിയായിട്ടും അന്ധനായും സൃഷ്ടിക്കാതെ നീ തന്ന ആരോഗ്യത്തിലായിരിക്കുവാൻ കൃപ നൽകിയെങ്കിൽ അതും വലിയ അത്ഭുതമാണ്. എന്നേക്കാൾ നന്നായി പ്രാർത്ഥിക്കുന്നവരും നിന്നെ അറിയുന്നവരും ഉണ്ടായിട്ടും അവർ നേരിടുന്ന പരീക്ഷകൾ നേരിടാതെ ഇതുവരെ നടത്തിയെങ്കിൽ അതൊരു മഹാഭാഗ്യമാണ്. നിന്നെ സ്നേഹിച്ചവരും സ്തുതിച്ചവരും അവരുടെ ജീവിതത്തിൻ്റെ മധ്യഭാഗത്തിൽ തന്നെ, യൗവനകാലത്ത് തന്നെ രക്തസാക്ഷികളായി വേർപെട്ടു പോയെങ്കിൽ, നിന്നെ സ്നേഹിച്ചവർക്ക് അത്രമാത്രം നൊമ്പരങ്ങളേറ്റെങ്കിൽ, നിന്നെ സ്നേഹിക്കാതെ പോയ, അറിയാതെ ജീവിച്ച എന്നോട് കാണിക്കുന്ന നിന്റെ സ്നേഹം തികച്ചും അത്ഭുതമാണ്. എത്രയോ അത്ഭുതമാണത്. ആ അത്ഭുത സാക്ഷ്യമാണ് നമ്മുടെ കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളെ വ്യതിരിക്തമാക്കുന്നതും പ്രകാശിതമാക്കുന്നതും. ഈ എപ്പിസോഡിൽ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വേദഭാഗമാണ്. നമ്മുടെ കർത്താവ് അതിശ്രേഷ്ഠമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു. തൻ്റെ പിതൃനഗരമായ നസ്രയത്തിലേക്ക് അവൻ പോകുന്നു. അവനെ പരിചയമുള്ള ആളുകൾ. എന്നാൽ ഒരു പ്രവാചകനും പിതൃനഗരത്തിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മളുടെ കർത്താവ് സാക്ഷ്യത്തോടെ അവരോട് സംഭാഷിക്കുകയാണ്. കർത്താവിൻ്റെ ഉപദേശങ്ങളൊക്കെ കേട്ട് കോപം നിറഞ്ഞ ജനം, പള്ളിപ്രമാണിമാർ അവനെതിരായി ഓടി വരുന്നു. 29-30 വാക്യത്തിൽ പറയുന്നത്, പള്ളിയിലുള്ളവരെല്ലാം അവൻ്റെ വാക്ക് കേട്ട് കോപം നിറഞ്ഞവരായി. അവർ എഴുന്നേറ്റ് അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ അഗ്രഭാഗത്തോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. അവനോ അവരുടെ നടുവിലൂടെ കടന്നുപോയി. അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ അഗ്രഭാഗത്തോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. അവനോ അവരുടെ നടുവിലൂടെ കടന്നുപോയി. ഒരു പട്ടണം ഒന്നടങ്കം, അവൻ്റെ പിതൃനഗരം ഒന്നടങ്കം ഗുരുവായ രക്ഷകനായ തമ്പുരാനെതിരായി ആക്രോശത്തോടെ അവനെ പട്ടണം പണിതിരുന്ന മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി അവനെ തലകീഴായി തള്ളിയിടുവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ കടന്നു പോകുന്നു. ഇതൊരു അത്ഭുതമാണ്. ഒരു ജനക്കൂട്ടം മുഴുവൻ അവനെതിരായി വന്ന് അവനെ തള്ളിയിടുവാൻ ശ്രമിച്ചപ്പോൾ അവൻ മലയിൽ നിന്ന് വീഴാതെ അവരുടെ നടുവിലൂടെ കടന്നു പോകുകയാണ്. അവൻ അപ്രത്യക്ഷനായെന്ന് പറയുന്നില്ല. തനിക്കെതിരായി വന്ന ജനക്കൂട്ടത്തെ ശപിച്ചെന്ന് പറയുന്നില്ല. അവൻ അവരുടെ ഇടയിലൂടെ കടന്നുപോയി. ക്രോധം നിറഞ്ഞു നിൽക്കുന്ന സമൂഹത്തിൽ, നിന്ദകളും ദുഷികളും വർദ്ധിക്കുന്ന സമൂഹത്തിൽ നിങ്ങളും ഞാനും ആയിരിക്കേണ്ട ചില ധ്യാനവും ചില സ്ഥാനങ്ങളുമുണ്ട്. കർത്താവിൻ്റെ അവരുടെ നടുവിലൂടെ കടന്നുപോയ ആ അത്ഭുത സംഭവം പ്രാർത്ഥനയോടും വിശുദ്ധിയോടും സാക്ഷ്യത്തോടും കൂടി നമ്മൾക്ക് ഉൾക്കൊള്ളാം. ഹെരോദാവിനെ പേടിച്ച്, അർക്കലിയോസിനെ പേടിച്ച് അഭയാർത്ഥികളെപ്പോലെ അവൻ്റെ മാതാപിതാക്കൾ അവനെയുമായി നസ്രയത്തിലേക്ക് എത്തപ്പെടുകയായിരുന്നു.
യേശു ജനിച്ച ബേത്ലഹേമിൽ നിന്നും അവനെയും കൊണ്ട് മിസ്രൈമിലേക്ക് ഓടി. അത് ഹേരോദാവിനെ പേടിച്ചു. ദൈവത്തിൻ്റെ അരുളപ്പാട് വീണ്ടും ജോസഫിനും മറിയാമിനും ഉണ്ടാകുന്നു, നിങ്ങൾ തിരിച്ചു വയ്ക്കോ. ഹെരോദാവ് മരിച്ചുപോയി. എന്നാൽ അവർ വഴിയാത്രക്കിടയിൽ വീണ്ടും ഒരു ദർശനമുണ്ടാകുന്നു, നിങ്ങളിപ്പോൾ തിരിച്ചു ബേത്ലഹേമിന് പോകണ്ട, നസ്രത്തിലേക്ക് പോകണം. വള്ളവും വണ്ടിയും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, യാത്രാ സൗകര്യങ്ങൾ തുലവും കുറവായിരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് യേശു തമ്പുരാന്റെ മാതാപിതാക്കൾക്കുണ്ടാകുകയാണ്. ബേത്ലഹേമിൽ നിന്ന് മിസ്രൈമിലേക്ക് ഓടാനൊരു യാത്രയുണ്ട്, നല്ല ദൂരമുണ്ട്. അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ബേത്ലഹേമിലേക്ക് വന്നപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, നസ്രയത്തിലേക്ക് പോകണം. നമ്മളിത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് പോകുന്നു, അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വരുമ്പോൾ ഇടയ്ക്ക് വെച്ച് പറയുന്നു, നിങ്ങൾ വേറൊരിടത്തോട്ട് പോകണം. പ്രിയമുള്ളവർ, ഇന്ന് നമ്മൾ എത്ര ക്ഷമയുള്ളവരാണെങ്കിലും വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു 2-3 തവണ മറ്റുള്ളവർ മാറി പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. എന്നാൽ പിന്നെ ദൈവമേ, നീ എന്തിനാ പറഞ്ഞത് തിരിച്ചു ബേത്ലഹേമിലേക്ക് പോകാൻ പറഞ്ഞത്? നേരിട്ടെങ്ങും നസ്രത്തിലേക്ക് പോകാൻ പറഞ്ഞാൽ പോരെയോ? മനുഷ്യനാണെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. യേശുവിൻ്റെ മാതാപിതാക്കൾക്ക് ചോദിക്കാനൊന്നുമില്ല. തമ്പുരാൻ പറഞ്ഞ് മിസ്രൈമിൽ പോകണം, അവർ മിസ്രൈമിൽ പോയി. തിരിച്ചു ബേത്ലഹേമിൽ പോകണം, അതിന് തയ്യാറായി. ഇടയ്ക്ക് വെച്ച് പറയുന്നത് നിങ്ങൾ നസ്രയത്തിലേക്ക് പോയിക്കോ, അതിനും തയ്യാറാകുന്നു. നമ്മളുടെ ജീവിതത്തിലൊക്കെ ഇത്തരം ചില ഓട്ടങ്ങൾ എപ്പോഴും ഉണ്ട് പ്രിയമുള്ളവരെ. ദൈവം എന്തിനാ നമ്മളെ ചില സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ടിരുത്താതെ, ചില ലാവണങ്ങളിൽ സ്ഥിരമായിട്ടിരുത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണോ? അത് യേശു തമ്പുരാൻ നസ്രയത്തിൽ പോയി പാർത്തത് കൊണ്ട് അവന് കിട്ടിയ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെട്ടു. ആദിമകാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെ കളിയാക്കി റോമാ സാമ്രാജ്യത്തിൽ വിളിച്ചിരുന്ന ഒരു പേരാ നസ്രായൻ്റെ പിൻഗാമി എന്നുള്ള അർത്ഥത്തിൽ നസ്രാണി എന്നുള്ള നാമം. ആ കുരിശ് ചുമന്ന് ശപിക്കപ്പെട്ടവൻ്റെ പിൻഗാമി, നിന്ദിക്കപ്പെട്ട വ്യക്തിത്വം എന്നൊക്കെയുള്ള രീതിയിൽ അന്ന് ആ നസ്രാണി എന്നുള്ള വാക്കുകൊണ്ട് വിലയിരുത്തിയത്. എന്നാൽ നമ്മൾ ഭാരതസഭയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മാർത്തോമാ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നസ്രാണി എന്നുള്ള പേര് അഭിമാനത്തിൻ്റെ പ്രതീകമാണ്. അതായത് തമ്പുരാനെ നിന്ദിച്ച്, അവൻ്റെ അനുയായികളെ നിന്ദിച്ച് വിളിച്ച പദം ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമായിട്ട് കണ്ടു. നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഓർക്കണം, ദൈവം നമ്മളെ ഓരോ സ്ഥാനത്തേക്ക് ഓടിക്കുമ്പോൾ നമുക്കൊരു ഐഡൻറ്റിറ്റി തരാൻ. നമ്മളൊക്കെ ചിന്തിക്കും ചിലപ്പോൾ, തമ്പുരാനെ ഞാനങ്ങ് മിസ്രൈമിൽ വളർന്നാൽ പോരെയോ, അല്ലെ ബേത്ലഹേമിൽ വളർന്നാൽ പോരെയോ, എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്? നമ്മൾ ഓർത്ത് നോക്കിക്കോ, നമ്മൾ ജോലിപരമായിട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ട് സഹോദര. ഒരുപാട് ട്രാൻസ്ഫറുകൾ നമുക്ക് വന്നിട്ടുണ്ട്. പലരും നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ടുണ്ട്. നല്ല വീട് വെച്ച് താമസിക്കാൻ ശ്രമിച്ചു, പറ്റിയിട്ടില്ല. ഒരിടത്ത് ജനിച്ചു, മറ്റൊരിടത്ത് വളർന്നു, വേറൊരിടത്ത് മരിച്ചു, മറ്റൊരിടത്ത് ജോലി ചെയ്തു. നമ്മളിങ്ങനെ ഒരുപാട് ഓടുകയാണ്. പക്ഷേ നമ്മൾ ഈ പോകുന്നിടത്തൊക്കെ നമ്മളറിയാതെ ദൈവം ഒരു ഐഡൻറ്റിറ്റി തന്നിട്ടില്ലേ? നമ്മൾ സ്ഥിരമായിട്ട് ചിലയിടത്ത് ഇരിക്കാൻ ശ്രമിച്ചു, അത് നമുക്ക് പരാജയമായേനെ. നമ്മൾ ഉറച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകാൻ നമുക്ക് തോന്നത്തില്ല. അത് ഗവൺമെൻറ് തലത്തിലാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന വഴിത്താരുകളുണ്ട്. എൻ്റെ സ്വന്തം നാട്, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, എനിക്ക് ഇഷ്ടപ്പെടുന്ന കാലാവസ്ഥ. പ്രിയമുള്ളവരെ, അതൊക്കെ നമുക്കാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ നമ്മൾ അറിയാത്ത ചില സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ അവിടെ പോകണം. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചു. ചിലരെ സംബന്ധിച്ചിടത്തോളം പലയിടത്ത് കറങ്ങിത്തിരിഞ്ഞ് നടന്നിട്ടുണ്ട്. ചിലരാ പോയ സ്ഥലത്തൊക്കെ പലയിടത്തും വസ്തു വാങ്ങിച്ചിട്ടുണ്ട്, സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ പലയിടത്തും കറങ്ങി നടന്നിട്ടുണ്ടെങ്കിലും ആ പോയ സ്ഥാനത്തൊക്കെ ദൈവം നമുക്ക് പ്രവർത്തിക്കാനൊരു വഴിത്താര തന്നിട്ടുണ്ട്. നമ്മളവിടെ നിന്നൊക്കെ പോന്നു. ഇന്നും നമ്മളെ ചിലരൊക്കെ പേര് ഓർക്കുന്നുണ്ട്, കുറച്ച് പേരെങ്കിലും ഓർക്കുന്നുണ്ട്. അതേസമയം നമ്മൾ ഒരു സ്ഥാനത്ത് മാത്രമായിരുന്നെങ്കിൽ, ഒരു വഴിയിൽ മാത്രമായിരുന്നുവെങ്കിൽ, ഒരു തണലിൽ മാത്രമായിരുന്നെങ്കിൽ, ആ തണൽ പോകുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ അലഞ്ഞു പോയേനെ. എന്നാൽ മറ്റു പലയിടത്തും നമ്മളുടെ ഇഷ്ടപ്രകാരമല്ലെങ്കിലും നമ്മളായിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വിവിധങ്ങളായ തണലുകൾ ദൈവം തരികയായിരുന്നു. ഈ നസ്രയത്ത് അതിൻ്റെ ഒരു വലിയ പ്രതീകമാണ്. ഇവിടെ ഇതാ യേശു തമ്പുരാൻ അവൻ്റെ സ്വന്തം പിതൃനഗരമായ നസ്രത്തിലാക്കപ്പെടുന്നു. അവർക്ക് അവനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം
അവൻ യോസഫിൻ്റെ മകനാ, മറിയ എന്നവളുടെ മകനാ, യാക്കോബ്, യോസെ, യൂദ, ശീമോൻ ഇവരുടെ സഹോദരനാ. അവർക്ക് അതിനപ്പുറത്തൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ആലോചിക്കണം, ഈ നസ്രത്തിൽ ആ സമയത്ത് തമ്പുരാൻ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കാൻ പറ്റിയില്ല. കാരണം അവനെ അത്രമാത്രം ആ സമൂഹം നിന്ദിച്ചു. നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന വിലയനുസരിച്ചാണ് പ്രിയമുള്ളവരെ ദൈവം നമ്മളോട് പ്രതികരിക്കുന്നത്. യേശുവിനെ വെറും നസ്രായനെന്നും മറിയയുടെ മകനെന്നും യാക്കോബിൻ്റെയും യോസയുടെയും യൂദായുടെയും ശിമോൻ്റെയും സഹോദരനെന്നും മാത്രം വിലയിരുത്തിയാൽ അതിൻ്റെ ഗുണം മാത്രമേ കിട്ടത്തുള്ളൂ. യേശുവിൻ്റെ പിന്നാലെ എത്രയോ പേര് വന്നിട്ടുണ്ട്. ചിലർ അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതും കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നതും ഒക്കെ കണ്ടു. എന്നാൽ കർത്താവിനോട് അടുത്തവര് മറുരൂപം ഉൾപ്പെടെയുള്ള അതിശയ പ്രവൃത്തികൾ കണ്ടു. അവനോട് നമ്മൾ അടുക്കണം പ്രിയമുള്ളവരെ. അവൻ വെറുമൊരു നസ്രായനല്ല, അവൻ ലോകത്തിൻ്റെ പ്രഭുവല്ല, എൻ്റെ രക്ഷകനാണ് അവനെന്ന് നാം അവനെ സാക്ഷിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ചില വ്യക്തിത്വങ്ങൾ പ്രാർത്ഥനയിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. കാരണം അവർ ദൈവത്തെ സർവവുമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട്, എല്ലാ രീതിയിലും സമർപ്പണത്തോടെ സ്വീകരിക്കുന്നുണ്ട്. ഈ വാക്ക് കേൾക്കുന്ന എല്ലാവരും നമ്മളുടെ രക്ഷകനെ എല്ലാമായിട്ട് കാണണം, എല്ലാ ശക്തിയോടും കാണണം, ബലത്തോടും കാണണം. പാട്ടുകാരൻ പാടിയതുപോലെ സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. അന്ന് യേശുവിൻ്റെ സമകാലീനരായിരുന്ന നസ്രത്തുകാർക്ക് നഷ്ടപ്പെട്ടു പോയത് അതായിരുന്നു. അവർ വളർന്ന വലിയവനായ തമ്പുരാനെ വലിയവനായി കണ്ടില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ചിലരെയൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് ഭയങ്കര മടിയാണ്. ചിലരെ നിന്നയോടെ മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. നിന്നെ എനിക്കറിയാം, നിൻ്റെ കുടുംബം അറിയാം, മാതാപിതാക്കളെ അറിയാം, ബന്ധുമിത്രാദികളെ അറിയാം, നമുക്കെല്ലാവരെയും അറിയാം. പക്ഷേ അറിയേണ്ട രീതിയിൽ അറിയത്തില്ല. ഇന്ന് നമുക്ക് വന്നു പോയിട്ടുള്ള കാഴ്ചപ്പാട് അവിടെയാണ്. അറിയേണ്ടവരെ അറിയേണ്ട രീതിയിൽ അറിയാൻ നമുക്ക് പറ്റാതെ പോകുന്നത് മൂലം പലരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇന്ന് ചില സംഘടനകൾ തകർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? സംവിധാനങ്ങൾ തളരുന്നത് എന്തുകൊണ്ടാണ്? യോഗ്യതയും അർഹതയും ഉള്ളവരെ അതിനനുസരിച്ച് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം കഴിയാതെ പോകുന്നു. ഒരു വലിയ കമ്പനി അത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അതിനെ നയിക്കുന്നവർ വേണം. ഒരു സ്ഥാപനം വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ആശയമുള്ളവൻ വേണം. ഇന്ന് ആശയമുള്ളവനല്ല, ആത്മാർത്ഥതയുള്ളവനല്ല പലതിൻ്റെയും തലപ്പത്തിരിക്കുന്നത്. അതിൻ്റേതായ ബലഹീനത എല്ലാ മേഖലയിലും നമുക്ക് കാണാനുണ്ട്. ആത്മീയതയിലുണ്ട്, ഭൗതികതയിലുണ്ട്, ബൗദ്ധിക മേഖലയിലുണ്ട്, സാംസ്കാരിക മേഖലയിലുണ്ട്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അർഹതയില്ലാത്തവൻ കയറിയിരിക്കുമ്പോൾ സംസ്കാരം അത് നഷ്ടപ്പെടുന്ന തലത്തിലാകും. സാഹിത്യം അസാൻമാർഗികമാകും, വിശുദ്ധി അശുദ്ധിയാകും, ആത്മീയത പൈശാചികമാകും. ഇതൊക്കെ നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദര, ഈ വാക്ക് നീ കേൾക്കുമ്പോൾ ഒറ്റ കാര്യം ഹൃദയംഗമായിട്ട് ചിന്തിക്കണം. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, നമ്മളെ മറ്റുള്ളവർ കർത്താവിനെ നിന്ദിച്ചതുപോലെ നസ്രായെന്ന് വിളിച്ചുകൊള്ളട്ടെ. നമ്മുടെ ജീവിതത്തിലെയും ചരിത്രത്തിലെയും ചില ദുർനിമിഷങ്ങളെ കൂട്ടുപിടിച്ച് കുറ്റപ്പെടുത്തിക്കൊള്ളട്ടെ. നമ്മുടെ കുടുംബത്തിൽ വന്നുപോയ ബലഹീനതകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്ദിച്ചുകൊള്ളട്ടെ. എന്നാലും നമ്മളല്ലാതാകുന്നില്ല. സഹോദര, പലതും കേൾക്കാൻ വിധിക്കപ്പെട്ടവരാ നമ്മൾ. എങ്കിലും നീ അല്ലാതാകുന്നില്ല. നിന്നെ അറിയാവുന്നൊരു ദൈവമുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിനക്ക് വില തരും. മറ്റുള്ളവൻ എന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്നല്ല, എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്ത് സാക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീനെന്ന് തമ്പുരാനെ പറ്റി സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്വരമുണ്ടെങ്കിൽ അവൻ നമ്മളെക്കുറിച്ചും അതേ സാക്ഷ്യം തരും. നമ്മളെ ഇന്ന് ശ്രദ്ധിക്കാത്തവർ നാളെ നമ്മളുടെ വാക്കുകൾക്ക് ചെവി തരുമെന്നുള്ളത് ഒരു വലിയ ഉറപ്പാണ്. ഇന്ന് നമ്മൾ പറയുന്നതിനെ നിന്ദിക്കുകയും നമ്മളുടെ വാക്കുകളെ ദുഷിക്കുകയും ചെയ്യുന്നവർ ഉള്ളപ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി. നാളെ അവർ നമുക്ക് ചെവി തരും. ചെവി തരാൻ തയ്യാറായില്ലെങ്കിൽ അരുളപ്പാടിലൂടെ ദൈവം അതിന് തയ്യാറാക്കും. അത് ഉൾക്കൊള്ളുവാനാണ് നമ്മൾ തയ്യാറാകേണ്ടത്. രണ്ടാമതായി,
അവൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ഏറ്റവും വൃദ്ധരായി കടന്നു വന്ന ജനം പട്ടണം പണിതിരിക്കുന്ന മലയിലേക്ക് തമ്പുരാനെ കൊണ്ടുപോകുന്നു. അവനെ തലകീഴായി തള്ളിയിടാനാണ് അവരുടെ പ്ലാന്. പട്ടണം പണിതിരിക്കുന്ന മലയുടെ മുകളിലേക്ക് അവനെ കൊണ്ടുപോകുകയാണ്. സാക്ഷാൽ ദൈവത്തെയാണ് അവർ കൊണ്ടുപോകുന്നത്. പട്ടണം പണിതിരിക്കുന്നത് ദൈവനാമത്തിലാണ്. യഹൂദന്മാർക്ക് ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. പർവ്വതങ്ങളിൽ അധിവസിക്കുന്ന ദൈവമെന്നുള്ള സങ്കല്പം അവർക്കുണ്ട്. സർവശക്തനായ ദൈവം ഇറങ്ങി വസിക്കുന്ന പർവ്വതമെന്ന് അവർക്ക് വിശ്വാസമുണ്ട്. പൂർവ്വപിതാക്കന്മാർ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും മാറ്റിവെച്ചിരുന്ന പർവ്വത പ്രദേശങ്ങൾ ആ സർവശക്തനെ കൊല്ലാൻ വേണ്ടി അവർ കയറ്റിക്കൊണ്ടു പോകുകയാണ്. മോശയും അഹ്റോനും പൂർവ്വപിതാക്കന്മാരും അവർ പ്രാർത്ഥിക്കാൻ പർവ്വതങ്ങളുടെ മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അവരാരെ ആരാധിച്ചുവോ ആ ആരാധിച്ച ദൈവം ഇന്ന് മനുഷ്യനായിട്ട് വന്നപ്പോൾ അവനെ തലകീഴായി തള്ളിയിടാനാണ് യഹൂദന്മാർ ശ്രമിക്കുന്നത്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. പൂർവന്മാർ പ്രാർത്ഥിക്കാൻ തക്കവണ്ണം തയ്യാറെടുത്തിരുന്ന കണ്ണുനീര് വീഴ്ത്തിയ പല സ്ഥലങ്ങളും ഇന്ന് പോരടിക്കാൻ പലരും തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കുടുംബങ്ങൾ, വ്യക്തിജീവിതങ്ങൾ ഒക്കെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. നശീകരണ മേഖലകളായി മാറിയിരിക്കുകയാണ്. ചില മനുഷ്യർ സഹായിക്കാനും സ്നേഹിക്കാനും തങ്ങളുടെ ബുദ്ധിയെ വിനിയോഗിച്ചിട്ടുണ്ട്. ആൽഫ്രഡ് നോബൽ ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത് നല്ല ആശയത്തോടായിരുന്നു, ജനസമൂഹത്തെ രക്ഷപ്പെടുത്താനാണ്. എന്നാൽ പിൻഗാമികൾ അദ്ദേഹത്തിൻ്റെ ആ കണ്ടുപിടുത്തം വെച്ച് മറ്റുള്ളവരെ കൊന്നൊടുക്കാനാണ് ശ്രമിച്ചത്. പല നല്ല കണ്ടുപിടുത്തങ്ങളും പിന്നീട് നാശത്തിലേക്ക് പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ചുറ്റുവട്ടത്തിലാണ് ജീവിക്കുന്നത്. അതായത് പർവ്വതം പണിഞ്ഞിരിക്കുന്ന, പർവ്വതം അടിസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പട്ടണം അതാ നശീകാരിയായി മാറുന്നു. പട്ടണത്തിൻ്റെ അടിസ്ഥാനമായി മാറേണ്ടവനെയാണ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ന് നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം, പ്രിയമുള്ളവരെ, ദൈവമാണ്. ഉറപ്പുള്ള പർവ്വതത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ആ ഉറപ്പുള്ള പർവ്വതത്തിലായിരിക്കുമ്പോഴാണ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. എന്നാൽ ആ ഉറപ്പുള്ള പർവ്വതത്തിൽ നിന്ന് അവനെ തള്ളിക്കളയാൻ ശ്രമിക്കുകയാണ്. സാത്താൻ തമ്പുരാനെ വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിക്കാൻ ശ്രമിച്ചു, അല്ലെ കർത്താവിനെ വണക്കിപ്പിക്കാൻ ശ്രമിച്ചു. കർത്താവ് അതിനെ തോൽപ്പിച്ചു. ഇവിടെ മനുഷ്യർ അവനെ തള്ളിയിടാൻ ശ്രമിക്കുകയാണ്. നമ്മളുടെ ജീവിതം ഉയർത്തപ്പെട്ടിരിക്കുന്ന പർവ്വതങ്ങൾ ഒത്തിരിയാണ്. ദൈവമാകുന്ന പർവ്വതത്തിൽ നമ്മളുടെ കുടുംബം ഉറച്ചിരിക്കണം, ബുദ്ധി ഉറച്ചിരിക്കണം, തലമുറ ഉറച്ചിരിക്കണം. അതോ ചലിക്കപ്പെടുന്ന പർവ്വതമാണെങ്കിൽ നാം നശിച്ചു പോകും. കർത്താവിനെ തള്ളിയിട്ടുകൊണ്ടുള്ള പർവ്വതങ്ങളൊന്നും പർവ്വതമല്ല. കർത്താവിനെ എവിടെ നിന്നൊക്കെ ചാടിക്കാൻ ശ്രമിക്കുന്നുവോ അത് നിസ്സാരമാണ്. ഇന്ന് നമ്മളുടെയൊക്കെ കുടുംബജീവിതങ്ങളൊന്ന് നോക്കിക്കേ, പലരുടെയും വ്യക്തിജീവിതങ്ങൾ നോക്കിക്കേ. പണത്തിന് പണമില്ലയോ, പ്രതാപമില്ലയോ, വീടില്ലയോ, എന്ത് സൗകര്യങ്ങളാണ് നമുക്കിന്നില്ലാത്ത. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കോ. നിങ്ങളിരിക്കുന്ന ഇരിപ്പിടങ്ങൾ, നിങ്ങളുടെ ചുറ്റുവട്ടങ്ങൾ, AC ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം ഇല്ലേ? ചിലർ പ്രതിസന്ധിയിലും പ്രയാസത്തിലും ജീവിക്കുന്നുണ്ട്. എന്നാലും ജീവിക്കാനുള്ള ഒരു വഴിത്താരി അവർക്കും ദൈവം കൊടുക്കുന്നുണ്ട്. സഹോദര, സഹോദരി, നിന്റെ ഭവനം നിർമ്മിച്ചിരിക്കുന്ന ഉറപ്പുള്ള പട്ടണത്തിൽ തമ്പുരാൻ്റെ ഉറപ്പൂടെ വേണം. അവനില്ലാത്ത എല്ലാ പർവ്വതങ്ങളും തളർന്നു പോകും. അവനില്ലാത്ത ഭവനങ്ങൾ നശിച്ചു പോകും. അത് ആടിക്കൊണ്ടിരിക്കും, നശിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരുടെ സന്താനങ്ങൾ വ്യർത്ഥമായി പൊയ്ക്കൊണ്ടിരിക്കും. അവർക്ക് ദൈവത്തെ വിളിക്കാൻ സമയമില്ല. ബലഹീനത വരുമ്പോൾ നമ്മൾ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ എൻ്റെ ഭവനം പണിഞ്ഞിരിക്കുന്ന ആ ഉറപ്പിനെ ഒന്നുകൂടി ശക്തീകരിക്കണം, ഒന്നുകൂടി ബലപ്പെടുത്തണം. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ നാം ചെയ്യണം. ഭൗതികമായി മാത്രം നമ്മൾ ചെയ്താൽ പറ്റത്തില്ല. ഇവിടെ ഇതാ നമ്മുടെ ചിന്തയൊന്ന് നോക്കിക്കേ. പർവ്വത പ്രദേശത്ത്, ഉറപ്പുള്ള പർവ്വതത്തിൽ വിരിച്ചൊരുക്കിയതുപോലെ മനോഹരമായിരിക്കുന്ന, കൊത്തിവെച്ചതുപോലെ മനോഹരമായിരിക്കുന്ന ആ നല്ല പട്ടണം, ആ പട്ടണക്കാർ ചെയ്തതോ അതിൻ്റെ നാഥനെ തള്ളിയിടാൻ ശ്രമിക്കുകയാണ്. ഇന്ന് നമ്മളുടെ കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലുമൊക്കെ നമ്മൾ തമ്പുരാനെ എങ്ങനെയൊക്കെയാണ് തള്ളിയിടാൻ ശ്രമിക്കുന്നത്? അതിൽ നിന്നൊരു തിരിച്ചുവരവ് വേണം. നമ്മൾ തള്ളിയിടാൻ ശ്രമിക്കുന്ന തമ്പുരാനെ അവിടേക്ക് വിളിച്ചു കയറ്റി ആഘോഷത്തോടെ സ്വീകരിച്ച് പശ്ചാത്താപത്തോടെ അവൻ്റെ പാദപീഠത്തെങ്കിൽ കവിണ്ണു വീഴാൻ നമുക്ക് സാധിക്കണം.
അനുഗ്രഹീതരെ, തമ്പുരാനെ തള്ളിയിടുവാൻ ശ്രമിച്ചവരുടെ മധ്യത്തിലൂടെ അവൻ കടന്നു പോകുകയാണ്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഒരു ലോകം എനിക്കെതിരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് വാഗ്ദാനം ചെയ്തവനാണവൻ. നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നമ്മളെ തള്ളിയിടുവാൻ പലരും കടന്നു വരും. നിന്റെ കുടുംബസമാധാനം നഷ്ടപ്പെടുത്തുവാൻ കടന്നു വരുന്ന ഒത്തിരി പേര് കാണും. വിശുദ്ധി നഷ്ടപ്പെടുത്താൻ പലരും വരും. നിന്നെ രോഗിയായും മനോരോഗമുള്ളവനെന്നും പലരും വിലയിരുത്തും. ദുഷിക്കാവുന്ന രീതിയിലൊക്കെ ദുഷിക്കും. അത് കേട്ടോണ്ട് നിൽക്കാനുള്ളതല്ല നിന്റെ ജീവിതം. തമ്പുരാൻ കടന്നുപോയതുപോലെ നീ അവരുടെ മധ്യത്തിലൂടെ കടന്നു പോകണം. നീ ഒളിച്ചോടുകയല്ല, സാക്ഷിയെപ്പോലെ ജയാളിയെപ്പോലെ അവരുടെ മധ്യത്തിലൂടെ കടന്നു പോകണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോ, ഒളിച്ചോടിപ്പോയിരുന്നെങ്കിൽ എന്തായി തീർന്നേനെ? ചിലരെയൊക്കെ സ്വഭാവഹത്യ ചെയ്ത് കല്ലെടുത്തെറിഞ്ഞോടിച്ച് ചെയ്തുകൊണ്ടിരുന്ന ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ നശിപ്പിച്ച് എന്തൊക്കെ ദുരിതങ്ങളിലൂടെ ചിലർ കടത്തിവിട്ടിട്ടുണ്ട്. ദുഷിവാക്കുകൾ ഒത്തിരി പറഞ്ഞിട്ടില്ലേ? മക്കളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലേ? സമ്പത്തില്ലായ്മ ചെയ്യാൻ വഞ്ചനകൾ ചെയ്തിട്ടില്ലേ? എന്നാലും നമ്മളിൽ പലരും ജനക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ കടന്നുപോയ കർത്താവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ നടുവിലൂടെ ഇന്നും തല ഉയർത്തിപ്പിടിച്ച് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, എൻ്റെ ദൈവം എൻ്റെ തലയിലെ ഒരു രോമം പോലും പൊഴിയാൻ സമ്മതിക്കത്തില്ല. ആരെൻ്റെ നേരെ വന്നാലും, എത്രമാത്രം ദുഷികളുണ്ടായാലും, എത്രമാത്രം അപഹാസങ്ങളുണ്ടായാലും ഞാൻ വീണു പോകുകയില്ല. സൈന്യം വന്നാലും അധികാരികൾ വന്നാലും നശിച്ചു പോകുകയില്ല. പ്രിയമുള്ളവരെ, ഇന്നത്തെ രോഗങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും കടബാധ്യതകളും ഒക്കെ നമ്മളായിരിക്കുന്ന പർവ്വതത്തിൽ നിന്ന് നശിപ്പിക്കുവാൻ തക്കോണം ശ്രമിക്കുകയാണ്. ജോലി നഷ്ടപ്പെടുന്നുണ്ട്, ബാധ്യതകൾ ഒത്തിരി വരുന്നുണ്ട്, ബുദ്ധിക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്, തലമുറകളൊന്നും ആയിട്ടില്ല. ഇതിനെക്കുറിച്ചൊക്കെ നീ ഭാരപ്പെടുന്നുണ്ടാകാം. എന്നാലും നീ മധ്യത്തിലൂടെ കടന്നു പോകണം. കാരണം നിനക്ക് മുൻപായി കടന്നുപോയൊരു ദൈവമുണ്ട്. പാളയത്തിൻ്റെ പുറത്തേക്ക് ക്രൂശ് എടുത്തുകൊണ്ട് കടന്നുപോയവൻ അതിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ നമ്മളെ വിളിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം. ആ സന്തോഷം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് ശ്രമിക്കാം. നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നമ്മളെ ഇന്ന് ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ, നല്ല വീടും കൂടുമൊക്കെ പണിഞ്ഞ് നമ്മളായിരിക്കുന്നിടത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നെങ്കിൽ, നമുക്കുള്ളതിൽ സംതൃപ്തരായി നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നെങ്കിൽ, അതെ, നമ്മൾ മധ്യത്തിലൂടെ കടന്നുപോയി. കർത്താവ് നമ്മളെ പിടിച്ചിട്ടുണ്ട്. അവൻ്റെ ക്രൂശ് നമ്മുടെ കൈകളിലുണ്ട്. നമ്മളുടെ ദൃഷ്ടിയും അവങ്കലേക്കാ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന് വാഗ്ദാനം ചെയ്ത് നമുക്ക് മുൻപേ കടന്നുപോയവൻ്റെ പിൻഗാമികളായി ആ നഗരമധ്യത്തിന് സമാനമായ ഈ ലോകമധ്യത്തിൽ എല്ലാറ്റിൻ്റെ നടുവിൽ സാക്ഷ്യത്തോടെ ജീവിക്കാൻ നമുക്കും സാധിക്കണം. നിന്നെ തകർക്കാൻ ഒരു വൈരി വന്നാലും, എല്ലാം നിനക്കെതിരായാലും, അന്ധകാരത്തിൻ്റെയും അവസാനത്തിൻ്റെയും കാഹളങ്ങൾ മുഴകിയാലും, അനർത്ഥദൂതൻ നൃത്തം ചവിട്ടിയാലും കുഞ്ഞെ നീ വീഴുകയില്ല. നിന്നെ തലകീഴാക്കി തളർത്തുവാൻ ആർക്കും പറ്റത്തില്ല. നീ ജയാളിയായി ദൈവനാമത്തിൽ എഴുന്നേറ്റ് വരും. അത്തരം ജീവിതാനുഭവത്തിൽ മുന്നേറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും എന്നാളും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.